ഹലോ ഗൈസ്, ആക്ച്വലി ഒരു ബിഗിനറിൻ്റെ മേക്കപ്പ് പൗച്ചിൽ വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി എൻ്റെ ലിപ്സ്. സോ ഞാൻ അതിനൊക്കെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ, അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞു കണ്ണാണ് ഒന്ന് വിടർത്തുന്ന രീതിയിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫിൽട്ടർ ഫീലോ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മളെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ലിറ്റിൽ മോർ ഒരു ഫീൽ, ഒരു പോളിഷ്ഡ് ഫീൽ കൊണ്ടുവരാനായിട്ട് ചെയ്യുന്നതാണ് ഈ മേക്കപ്പ് എന്ന് പറയുന്നത്. സോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതായത് ഇപ്പോൾ ഫേഷ്യൽ റൈസർ ഒക്കെ യൂസ് ചെയ്യുന്ന ഹെയർ ഒക്കെ കളയുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ റോസ് വാട്ടർ അപ്ലൈ ചെയ്യാറുണ്ട് ടോണറായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിവിയുടെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ ആയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡിഡ്യൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാസ്ലിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻവൈബിയുടെ പ്രൈമർ യൂസ് ചെയ്യും. ഫൗണ്ടേഷൻ ഞാൻ മീഡിയാണ് യൂസ് ചെയ്യുന്നത്, 330 എന്ന് പറയുന്നത് ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ, നമ്മുടെ മറ്റേ സ്പഞ്ച് ഉണ്ടല്ലോ, അതിൽ അടിച്ചിട്ട് അതാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസ് നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കും, ഷാർപ്പായിട്ട്. ഐബ്രോസ് കുറച്ചൊന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓവർ ലുക്ക് തന്നെ മാറും. അതിനുശേഷം കാജൽ യൂസ് ചെയ്യും. പിന്നെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് കുറച്ച് നേരം ബ്രൗൺ കളർ അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഷാഡോ പാലറ്റിൽ നിന്ന് അതെടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മസ്കാര, ഐ ലൈനർ, അത് കഴിഞ്ഞിട്ട് ലിപ് ലൈനർ യൂസ് ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക് ആണുള്ളത്, ലാക്മിയുടെയും ഡാസ്ലറിൻ്റെ 2 ഷെയ്ഡും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രോപ്പ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് ആ ഫംഗ്ഷൻ അങ്ങ് പോകും. സീരിയസ്ലി ഗൈസ്, എല്ലാവരുടെയും കയ്യിൽ ഇത്തരം പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഏതൊരു ഫംഗ്ഷൻ ആയാലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്വീറ്റ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്.